if you want to shine like a sun, first you have to burn like a sun. Yes, this is Safna for Success Academy with some current affairs. So, എന്തൊക്കെയാണ് ഇന്നത്തെ current affairs എന്ന് നമുക്ക് നോക്കാം. The first question goes like this: from where PSLV C-50 rocket carrying communication satellite launched? എവിടുന്നാണ് PSLV C-50 rocket carrying communication satellite has been launched? എവിടുന്നാണ് ലോഞ്ച് ചെയ്തിരിക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. It is the 42nd communication satellite launched from Satish Dhawan Space Center at Sriharikota, and it is in Andhra, and it is also known as CMS-01. Okay, so it covers the area India mainland, അതുപോലെ തന്നെ ലക്ഷദ്വീപ്, ആൻഡമാൻ നിക്കോബാർ എല്ലാത്തിനെയും കവർ ചെയ്യുന്ന ഒരു കമ്മ്യൂണിക്കേഷൻ സാറ്റലൈറ്റ് ആണ്. ആൻഡ് ഇറ്റ് ഈസ് ഫോർ 7 years, 7 വർഷത്തേക്കാണ് ഇത് അയച്ചിരിക്കുന്നത്. ആൻഡ് ഇറ്റ് ഈസ് ടു റീപ്ലേസ് ദ GSAT-12, 8 വർഷത്തേക്ക് അയച്ച GSAT-12നെ റീപ്ലേസ് ചെയ്യുന്നതിനാണ് ഈ കമ്മ്യൂണിക്കേഷൻ സാറ്റലൈറ്റ് അയച്ചിട്ടുള്ളത്. ആൻഡ് നെക്സ്റ്റ് റോക്കറ്റ് വിൽ ബി ലോഞ്ച്ഡ് ഇൻ 2021 ഫെബ്രുവരി മാർച്ച് കാലഘട്ടത്തിലായിട്ട് അടുത്ത റോക്കറ്റ് അയക്കുമെന്നാണ് ചെയർമാൻ ഓഫ് ISRO K. Shivan പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, സോ ലെറ്റ്സ് മൂവ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. When is International Day to End Violence Against Sex Workers observed? എന്നാണ് International Day to End Violence Against Sex Workers ഒബ്സർവ് ചെയ്യുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇറ്റ് ഈസ് ഒബ്സർവ്ഡ് ബൈ ദ സെക്സ് വർക്കേഴ്സ് ഔട്ട്റീച്ച് പ്രോജക്റ്റ്. USA-ലുള്ള സെക്സ് വർക്കേഴ്സ് ഔട്ട്റീച്ച് പ്രോജക്റ്റ് ആണ് ഇത്തരത്തിലൊരു ഡേ ഒബ്സർവ് ചെയ്യുന്നത്. ആൻഡ് അതിൻ്റെ ഫൗണ്ടർ എന്ന് പറയുന്നത് റോബിൻ ഫ്യൂ ആണ്. ഓക്കെ, റോബിൻ ഫ്യൂ. സോ ഇറ്റ് വാസ് ലോഞ്ച്ഡ്, അല്ലെങ്കിൽ ഇത്തരത്തിലൊരു ഡേ ആദ്യമായിട്ട് ഒബ്സർവ് ചെയ്ത് തുടങ്ങിയത് 2003-ലാണ് ആൻഡ് ഇനോഗ്രേറ്റഡ് ബൈ ഡോക്ടർ ആനി സ്പ്രിങ്കിൾ. ഓക്കെ, സോ ഇത് എന്തിനാണ് ആദ്യമായിട്ട് ഒബ്സർവ് ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഹെൽഡ് ആസ് എ മെമ്മോറിയൽ ആൻഡ് വിജിൽ ഫോർ ദ വിക്ടിംസ് ഓഫ് ഗ്രീൻ റിവർ കില്ലർ ഇൻ സിയാറ്റിൽ, വാഷിങ്ടണിലെ സിയാറ്റിൽ ഉണ്ടായിരുന്ന ഗ്രീൻ റിവർ കില്ലറിലെ വിക്ടിംസിനെ ഒന്ന് വിജിൽ ചെയ്യുക, അല്ലെങ്കിൽ മെമ്മോറിയൽ, അവർക്ക് ഒരു മെമ്മോറിയൽ എന്നുള്ള രീതിക്കാണ് ആദ്യമായിട്ട് ഈ ഒരു ഡേ ഒബ്സർവ് ചെയ്തത്. ആൻഡ് നൗ ഇറ്റ് ഈസ് ടു സ്പ്രെഡ് അവയർനെസ് അബൌട്ട് ഓൾ ദ ഹേറ്റ് ക്രൈംസ് കമ്മിറ്റഡ് എഗെയിൻസ്റ്റ് സെക്സ് വർക്കേഴ്സ് ഓൾ ഓവർ ദ വേൾഡിലുള്ള എല്ലാ സെക്സ് വർക്കേഴ്സിനും എതിരെ നടക്കുന്ന ഹേറ്റ് ക്രൈംസിനെതിരെ ഒരു അവയർനെസ് കൊടുക്കുന്ന രീതിക്കാണ് ഇത്തരത്തിലൊരു ഡേ ഒബ്സർവ് ചെയ്യുന്നത്. ആൻഡ് ഇറ്റ് ഈസ് ഓൺ December 17th. ഓക്കെ, സോ ഇതിൻ്റെ സിമ്പിൾ അല്ലെങ്കിൽ ഐക്കൺ എന്ന് പറയുന്നത് റെഡ് അംബ്രല്ലയാണ്. ഓക്കെ, റെഡ് അംബ്രല്ല. ആൻഡ് ഇറ്റ് വാസ് ഫസ്റ്റ് യൂസ്ഡ് ഇൻ 2001 ബൈ ദ ഇറ്റലിയിലെ വെനീസിലുള്ള സെക്സ് വർക്കേഴ്സ് ആണ് ഈ ഒരു റെഡ് അംബ്രല്ല ആദ്യമായിട്ട് അവരുടെ സിമ്പിളായിട്ട് യൂസ് ചെയ്ത് തുടങ്ങി, അല്ലെങ്കിൽ പ്രചാരത്തിൽ വന്നത് 2001-ലാണ്. ഓക്കെ, സോ ലെറ്റ്സ് മൂവ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Which city rated top cultural cities in Global Power Index 2020? Global Power Index 2020-ലെ കൾച്ചറൽ കാറ്റഗറിയിൽ, അല്ലെങ്കിൽ കൾച്ചറൽ സിറ്റീസിൻ്റെ കാറ്റഗറിയിൽ ഫസ്റ്റ് വന്ന സിറ്റി ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. യെസ്, ഇറ്റ് ഈസ് ദുബായ് ആണ് ഇതിൽ ഫസ്റ്റ് വന്ന് നിൽക്കുന്നത്. ആൻഡ് ഇതിൻ്റെ ഓവറോൾ റാങ്കിങ് എന്ന് പറയുന്നത് 17 ആണ്. ഓക്കെ, സോ ഇതാരാണ് ഇത്തരത്തിലൊരു ഇൻഡെക്സ് കൊണ്ടുവന്നിട്ടുള്ളത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ അർബൻ സ്ട്രാറ്റജീസ്, മോറി മെമ്മോറിയൽ ഫൗണ്ടേഷൻസിൻ്റെ കീഴിൽ വരുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ അർബൻ സ്ട്രാറ്റജീസ് ആണ് ഇത്തരത്തിലൊരു ഇൻഡെക്സ് പുറത്തിറക്കിയിട്ടുള്ളത്. ആൻഡ് ദുബായ് ഈസ് ദ ഫസ്റ്റ് റീജിയൻ ആൻഡ് 6th ഗ്ലോബലി in cultural interaction on the GPCI 2020. ഓക്കെ, സോ ഇതിൽ ഫസ്റ്റ്, അതായത് ഓവറോൾ ഇതിൻ്റെ റാങ്ക് എന്ന് പറയുന്നത് 17 ആണെന്ന് പറഞ്ഞു. സോ ആരാണ് ടോപ്പ് ചെയ്ത് നിൽക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലണ്ടനാണ്. ആൻഡ് ന്യൂയോർക്ക് ഈസ് സ്റ്റാൻഡിങ് സെക്കൻഡ്. ടോപ്പ് 5-ൽ, അതായത് ടോപ്പ് 5 ലിസ്റ്റിൽ വന്നിരിക്കുന്ന ഈ 5 രാജ്യങ്ങളും 5 വർഷമായിട്ട് യാതൊരുവിധ മാറ്റവും വന്നിട്ടില്ല. ഇവർ തന്നെയാണ് 5 വർഷമായിട്ട് ടോപ്പ് 5-ൽ നിൽക്കുന്നത്. സോ ലണ്ടൻ ഈസ് ക്യാരിങ് ഇറ്റ്സ് ഫസ്റ്റ് പൊസിഷൻ ഫോർ ഓവറോൾ 9 years. 9 വർഷമായിട്ട് ലണ്ടനാണ് ടോപ്പ് ചെയ്ത് നിൽക്കുന്നത്. ഓക്കെ, സോ ദുബായ് ഈസ് ദ ഓൺലി സിറ്റി ഫ്രം മിഡിൽ ഈസ്റ്റ് ടു ബി നെയിംഡ് അറ്റ് ടോപ്പ് 20. ആൻഡ് 40 സിറ്റീസിൽ നിന്ന് 6 ഫാക്ടേഴ്സാണ് ഇതിൻ്റെ ക്രൈറ്റീരിയ എന്ന് പറയുന്നത്. ഈ 6 ഫാക്ടേഴ്സാണ് കൺസിഡർ ചെയ്യുന്നത്. ആൻഡ് ഇറ്റ് ഈസ് ഓൾമോസ്റ്റ് 40 മേജർ സിറ്റീസിൽ നിന്നാണ് ലണ്ടൻ ടോപ്പ് ചെയ്ത് നിൽക്കുന്നത്. ആൻഡ് ഈ 6 ഫാക്ടേഴ്സ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇക്കോണമി, റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ്, കൾച്ചറൽ ഇൻട്രാക്ഷൻ, ലൈവബിലിറ്റി, എൻവിറോൺമെൻറ്റ് ആൻഡ് ആക്സസിബിലിറ്റി. ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ 6 ക്രൈറ്റീരിയാസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ലെറ്റ്സ് മൂവ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ.
വിച്ച് സ്റ്റേറ്റ് ബ്രോഡ് ദ ലാൻഡ് ഗ്രാബിംഗ് പ്രൊഹിബിഷൻ ആക്ട്? ഏത് ഇന്ത്യൻ സംസ്ഥാനമാണ് ലാൻഡ് ഗ്രാബിംഗ് പ്രൊഹിബിഷൻ നിരോധിച്ചുകൊണ്ടുള്ള ആക്ട് കൊണ്ടുവന്നിട്ടുള്ളത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. സെപ്റ്റംബറിലാണ് ആൻറ്റി ലാൻഡ് ഗ്രാബിംഗ് ലെജിസ്ലേഷൻ ഗുജറാത്ത് പാർലമെൻറ്റ് കൊണ്ടുവരുന്നത്. ഓക്കെ, സോ ഗുജറാത്ത് പാർലമെൻ്റ് ആണ് ഈ ഒരു ലാൻഡ് ഗ്രാബിംഗ് പ്രൊഹിബിഷൻ ആക്ട് കൊണ്ടുവന്നിട്ടുള്ളത്. ഇറ്റ് ഈസ് ടു സേഫ് ഗാർഡ് ദ പ്രോമിസ് ഓഫ് protecting land and property of farmers and other victims of land mafia. Okay, land മാഫിയയ്ക്ക് ഇരയാക്കപ്പെട്ടിട്ടുള്ള ഒത്തിരി ആൾക്കാരുടെ ലാൻഡ്സ് പ്രോപ്പർട്ടീസ് ഒക്കെ സേഫ് ഗാർഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലൊരു ആക്ട് കൊണ്ടുവന്നിട്ടുള്ളത്. ആൻഡ് ഓൾസോ ദേ വിൽ സെറ്റപ്പ് എ 7-member കമ്മിറ്റി ഹെഡഡ് ബൈ കളക്ടർ who will evaluate grievances of land grabbing and file report on the veracity of complaints within 21 days. 21 ദിവസത്തിനുള്ളിൽ എല്ലാ കാര്യങ്ങളും ശരിയാക്കി അല്ലെങ്കിൽ അതിനെ ഇവാലുവേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് 7-member കമ്മിറ്റി ഇൻക്ലൂഡിങ് ദ കളക്ടർ സെറ്റപ്പ് ചെയ്യുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ആൻഡ് ഓൾസോ 10 മുതൽ 14 വർഷം വരെയാണ് ഇംപ്രിസൺമെൻ്റ് ആണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, സോ ഗുജറാത്തിൻ്റെ ക്യാപിറ്റൽ ഈസ് ഗാന്ധിനഗർ ആൻഡ് അവിടുത്തെ ചീഫ് മിനിസ്റ്റർ ഈസ് വിജയ് രൂപാണി ആൻഡ് അവിടുത്തെ ഗവർണർ ഈസ് ആചാര്യ ദേവ്രത്. ഓക്കെ, സോ ലെറ്റ്സ് മൂവ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Along with which country India is to develop virtual vaccine hub? ഏത് രാജ്യവുമായിട്ട് കൊളാബറേറ്റ് ചെയ്തിട്ടാണ് ഇന്ത്യ ഒരു വെർച്വൽ വാക്സിൻ ഹബ്ബ് കൊണ്ടുവരുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. യെസ്, ഇറ്റ് ഈസ് യു കെയുമായിട്ട് കൊളാബറേറ്റ് ചെയ്തിട്ടാണ് ഒരു വെർച്വൽ വാക്സിനേഷൻ ഹബ്ബ് കൊണ്ടുവരുന്നത് ടു ഡെലിവർ വാക്സിൻസ് ഫോർ കൊറോണ വൈറസ് ആൻഡ് അതർ ഡെഡ്ലി വൈറസസ്. ഓക്കെ, സോ അതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലൊരു വാക്സിനേഷൻ ഹബ്ബ് വരുന്നത്. ആൻഡ് യു കെയുടെ ഫോറിൻ സെക്രട്ടറി ആയിട്ടുള്ള ഡൊമിനിക് റാബ്, ഓക്കെ, യു കെയുടെ സെക്രട്ടറി ആരാന്ന് ചോദിച്ചാൽ ഡൊമിനിക് റാബ്, ഓക്കെ, യു കെയുടെ ഫോറിൻ സെക്രട്ടറി. ആൻഡ് ഹീ വിസിറ്റഡ് ദ ഹെൽത്ത് ക്ലിനിക്, ഡൽഹിയിലുള്ള ഹെൽത്ത് ക്ലിനിക് എന്തിനാണെന്ന് വെച്ചാൽ ഓക്സ്ഫോർഡ് ആൻഡ് ആസ്ട്രസെനേക്ക എന്ന് പറയുന്ന വാക്സിൻ അഡ്മിനിസ്റ്റർ ചെയ്യുന്ന ഡൽഹിയിലുള്ള ഹെൽത്ത് ക്ലിനിക് അദ്ദേഹം വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് ഓൾസോ അതായത് ഇത്തരത്തിലൊരു ഹബ്ബ് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദേ വിൽ റെഗുലേറ്റ് ആൻഡ് give the clinical trials and foster innovations. ഓക്കെ, ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു ഹബ്ബ് സെറ്റ് അപ്പ് ചെയ്യുന്നത്. ഓക്കെ, ലെറ്റ്സ് മൂവ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. When is International Migrants Day observed? എന്നാണ് ഇൻ്റർനാഷണൽ മൈഗ്രൻസ് ഡേ ഒബ്സർവ് ചെയ്യുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. യെസ്, ഇറ്റ് ഈസ് December 18 ടുഡേ. ആൻഡ് ഇപ്രാവശ്യത്തെ തീം എന്ന് പറയുന്നത് റീ ഇമാജിനിങ് ഹ്യൂമൻ മൊബിലിറ്റി എന്നാണ്. ആൻഡ് 1990 December 18 ഇൻ്റർനാഷണൽ കൺവെൻഷൻ ഓൺ ദ പ്രൊട്ടക്ഷൻ ഓഫ് ദ റൈറ്റ്സ് ഓഫ് ഓൾ മൈഗ്രൻ്റ് വർക്കേഴ്സ് ആൻഡ് മെമ്പേഴ്സ് ഓഫ് ദെയർ ഫാമിലി സെറ്റപ്പ് ചെയ്യുന്ന അല്ലെങ്കിൽ റെഗുലേഷൻ കൊണ്ടുവരുന്നത്. 2019 കണക്കനുസരിച്ച് 272 മില്യൺ മൈഗ്രൻസ് ആണ് ഇന്ത്യയിലുള്ളത്. ആൻഡ് ഇത് കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് ഇമ്പ്രൂവ്മെൻറ്റ്, അതായത് ഇതിൽ ഇമ്പ്രൂവ്മെൻറ്റ് വന്നിരിക്കുന്നത് വെച്ചാൽ 51 മില്യൺ മൈഗ്രൻസ് ആണ് കൂടുതലായിട്ട് ചേർക്കപ്പെട്ടിട്ടുള്ളത്. ഓക്കെ, സോ അവരുടെ കോൺട്രിബ്യൂഷൻസും അതുപോലെ തന്നെ ഇൻറ്റേർണലി ഡിസ്പ്ലേസ്ഡ് ആയിട്ടുള്ള ആൾക്കാരുടെ ചലഞ്ചസ്, അവർ ഫേസ് ചെയ്യുന്ന ഒത്തിരി കഷ്ടപ്പാടുകൾ, അതിനെക്കുറിച്ച് അവയർനെസ് നൽകുന്നതിന് വേണ്ടിയിട്ടാണ് UN ഇത്തരത്തിലൊരു ഡേ സെറ്റപ്പ് ചെയ്തിട്ടുള്ളത്. ആൻഡ് ഇവർക്ക് വേണ്ടിയിട്ട് തന്നെ ഒരു കൗൺസിൽ തന്നെ രൂപീകരിച്ചിട്ടുണ്ട്. ഓക്കെ, സോ ലെറ്റ്സ് മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇന്ത്യ ടു സെറ്റപ്പ് റീജിയണൽ ക്ലൈമറ്റ് സെൻറ്റർ അറ്റ്, എവിടെയാണ് ഇന്ത്യ റീജിയണൽ ക്ലൈമറ്റ് സെൻറ്റർ സെറ്റപ്പ് ചെയ്യുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. യെസ്, ഇറ്റ് ഈസ് ഇൻ ഹിമാലയൻ റീജിയണിലാണ് ഇത്തരത്തിലൊരു റീജിയണൽ ക്ലൈമറ്റ് സെൻറ്റർ സെറ്റപ്പ് ചെയ്യുന്നത്. ആൻഡ് ഇറ്റ് വിൽ ഗിവ് വെതർ റിലേറ്റഡ് സർവീസസ് നമ്മുടെ രാജ്യത്തിന് മാത്രമല്ല ബാക്കിയുള്ള രാജ്യങ്ങൾക്കും ഹിമാലയൻ റീജിയൻസിലുള്ള വെതർ ഫോർകാസ്റ്റിംഗ് ഒക്കെ ഇൻഫർമേഷൻസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു റീജിയണൽ ക്ലൈമറ്റ് സെൻറ്ററാണ് ഹിമാലയൻ റീജിയണിൽ സെറ്റപ്പ് ചെയ്യാനായിട്ട് പോകുന്നത്. ആൻഡ് ഓൾസോ അവിടുത്തെ, അതായത് ഇന്ത്യൻ മീറ്റിയോറോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഡയറക്ടർ എന്ന് പറയുന്നത് ജനറൽ മൃത്യുഞ്ജയ് മൊഹപത്രയാണ്. ആൻഡ് ഹീ സെഡ് ദാറ്റ് ഇതിന് വേണ്ടിയിട്ടുള്ള വർക്ക്സ് സ്റ്റാർട്ട് ചെയ്തു. ആൻഡ് വേൾഡ് മീറ്റിയോറോളജിക്കൽ ഓർഗനൈസേഷനുമായിട്ട് സജീവ ചർച്ചയിലാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ആൻഡ് ഓൾസോ ചൈന ഇതുപോലത്തെ ഒരു റീജിയണൽ ക്ലൈമറ്റ് സെൻറ്റർ ഹിമാലയൻ റീജിയൻ, അതായത് അവരുടെ ചൈനൻ പാർട്ടിയിലുള്ള
ചൈനീസ് പാർട്ടിയിലുള്ള ഹിമാലയൻ റീജിയൻസിൽ സെറ്റപ്പ് ചെയ്യാനായിട്ട് പോവുകയാണ് എന്നൊരു ന്യൂസും കൂടെ വന്നിട്ടുണ്ട്. ഓക്കെ, സോ ലെറ്റ്സ് മൂവ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. As part of Netaji's 125th birth anniversary, Union Minister is setting up a museum at എവിടെയാണ് നേതാജി സുഭാഷ് ചന്ദ്രബോസിൻ്റെ പേരിൽ ഒരു മ്യൂസിയം 125th ആനിവേഴ്സറിയോടനുബന്ധിച്ച് ബർത്ത് ആനിവേഴ്സറിയോടനുബന്ധിച്ച് സെറ്റപ്പ് ചെയ്യുന്നതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. യെസ്, ഹീസ് ബോൺ ഇൻ കട്ടക്ക്. കട്ടക്കിലാണ് അദ്ദേഹം ജനിച്ചത്. ആൻഡ് 123 ബർത്ത് ആനിവേഴ്സറിയിൽ റെഡ് ഫോർട്ടിൽ ഒരു മ്യൂസിയം വന്നിട്ടുണ്ടായിരുന്നു. ആൻഡ് അതിനുശേഷം ഇപ്പോൾ എവിടെയാണ് വരുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. വെസ്റ്റ് ബംഗാളിലെ കൊൽക്കത്തയിലാണ് 125th ബർത്ത് ആനിവേഴ്സറിയോടനുബന്ധിച്ച് 2022 മ്യൂസിയം വരുന്നത്. ആൻഡ് ഓൾസോ യൂണിയൻ കൾച്ചറൽ മിനിസ്ട്രിയുടെ മിനിസ്റ്ററായിട്ടുള്ള പ്രഹ്ലാദ് സിംഗ് പട്ടേലാണ് ഈ ഒരു അനൗൺസ്മെൻറ്റ് നടത്തിയിട്ടുള്ളത്. ആൻഡ് ഓൾസോ അതിൻ്റെ ഭാഗമായിട്ട് 2022 സെലിബ്രേഷൻ്റെ ഭാഗമായിട്ട് മ്യൂസിയം മാത്രമല്ല ആൻ എക്സിബിഷൻ അറ്റ് വിക്ടോറിയ മെമ്മോറിയലും അതുപോലെ തന്നെ കൾച്ചറൽ പെർഫോമൻസസ് ഇൻ വെസ്റ്റ് ബംഗാളും നടത്താനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. ആൻഡ് ജനുവരി 23, 2021 മുതലാണ് 1 മുതൽ പ്രോഗ്രാംസ് സ്റ്റാർട്ട് ചെയ്യാൻ തീരുമാനമായിട്ടുണ്ട്. ആൻഡ് ഗവൺമെൻറ് വിൽ റീപ്രിൻ്റ്, അതായത് വെസ്റ്റ് ബംഗാൾ ഗവൺമെൻറ് സുഭാഷ് ചന്ദ്രബോസിൻ്റെ ബുക്സുകൾ, അദ്ദേഹം എഴുതിയ ബുക്സുകൾ റീപ്രിൻ്റ് ചെയ്യാനും തീരുമാനിച്ചിട്ടുണ്ട്. ആൻഡ് ഓൾസോ സിറ്റിസൺസിന് അദ്ദേഹത്തിൻ്റെ പേരിൽ ഫെലോഷിപ്സും നൽകാനായിട്ട് തീരുമാനമായിട്ടുണ്ട്. ഓക്കെ, യെസ്, ലെറ്റ്സ് മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നെയിം the Indian entrepreneur among the young champions of the earth winners by UNEP. യുണൈറ്റഡ് നേഷൻസ് എൻവിറോൺമെൻറ്റൽ പ്രോഗ്രാമിൻ്റെ കീഴിൽ എല്ലാ വർഷവും 7 ഡൈനാമിക് എൻവിറോൺമെൻറ്റലിസ്റ്റസിനെ വേൾഡ് ഓൾ ഓവറിൽ നിന്നും തിരഞ്ഞെടുത്തുകൊണ്ട് 7 ഡൈനാമിക് എൻവിറോൺമെൻറ്റലിസ്റ്റസിന് ഈ ഒരു അവാർഡ്, അതായത് യങ് ചാമ്പ്യൻസ് ഓഫ് ദ എർത്ത് എന്ന് പറയുന്ന അവാർഡ് കൊടുക്കാറുണ്ട്. സോ അതിൽ 30 വയസ്സിന് താഴെയുള്ള ആൾക്കാർക്കാണ് എല്ലാ വർഷവും 7 പേർക്ക് ഈ ഒരു അവാർഡ് കൊടുക്കാറുണ്ട്. സോ ഇതിൽ ഈ വർഷവും അതുപോലെ തന്നെ 7 അവാർഡ് കൊടുത്തിട്ടുണ്ട്. അതിൽ ഇന്ത്യയിൽ നിന്ന് ആർക്കാണ് ലഭിച്ചിട്ടുള്ളതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എൻജിനീയേഴ്സ്, സയൻറ്റിസ്റ്റേഴ്സ്, എൻ്റർപ്രണേഴ്സ്, ആക്ടിവിസ്റ്റേഴ്സ് തുടങ്ങി ലിസ്റ്റിൽ 7 എൻവിറോൺമെൻറ്റലിസ്റ്റസിനാണ് ഈ ഒരു അവാർഡ് കൊടുക്കുന്നത്. ഓക്കെ, സോ അത് ലഭിച്ചവർക്ക് ദേ വിൽ റിസീവ് എ സീഡ് ഫണ്ടിങ്, മെൻറ്ററിങ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ സപ്പോർട്ട് ടു ആംപ്ലിഫൈ ദെയർ എഫേർട്സ്. അവരുടെ എഫേർട്സ് ആംപ്ലിഫൈ ചെയ്യുന്ന എല്ലാ തരത്തിലുമുള്ള സപ്പോർട്ടുകൾ കൊടുക്കാറുണ്ട്. സോ ഇപ്രാവശ്യം കെന്യയിൽ നിന്നും നസാംബെ മാറ്റി, അതുപോലെ തന്നെ ചൈനയിൽ നിന്നും ക്സിയായുവാൻ റൻ ഈസ് 29 years old and നസാംബെ മാറ്റി ഈസ് 29 years old, and he is from Kenya and he is from China. And also Lefteris Arapakis ഫ്രം ഗ്രീസ്, 26 years old ലെഫ്റ്ററിസ് അരപ്പാക്കിസ്. അതുപോലെ തന്നെ പെറുവിൽ നിന്ന് 30കാരനായ മാക്സ് ഹിഗാൾഡോ ക്വിൻഡോ. ആൻഡ് നെറിയ അലീഷ്യ ഗാർഷ്യ ഫ്രം US, ഷീ ഈസ് 28 years old. ആൻഡ് ഫത്തേമ അൽസൽസല ഫ്രം കുവൈത്ത്, 24 years old ആയിട്ടുള്ള അവരുടെ കൂട്ടത്തിൽ ഇന്ത്യയിൽ നിന്നും വിദ്യുത് മോഹനാണ് ഇത് ലഭിച്ചിട്ടുള്ളത്. ഓക്കെ, സോ ഹീ ഈസ് ആൻ യങ് എൻജിനീയർ ഹൂ ഈസ് ദ co-founder ഓഫ് ടക്കാച്ചാർ. ഓക്കെ, ടക്കാച്ചാർ എന്ന് പറയുന്നൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ co-founder ഈ വിദ്യുത് മോഹൻ എന്ന് പറയുന്നത്. ആൻഡ് ദിസ് എൻ്റർപ്രൈസ് ഈസ് എ സോഷ്യൽ എൻ്റർപ്രൈസ് ഇനേബിളിംഗ് ഫാമേഴ്സിനെ എനേബിൾ ചെയ്യുന്ന ഫോർ ദം ടു പ്രിവെൻറ്റ് ഓപ്പൺ ബേണിംഗ് ഓഫ് ദെയർ വേസ്റ്റ്. അവരുടെ ഫാം റെസ്യൂട്ട്സ് വേസ്റ്റ് ആയിട്ടുള്ള സാധനങ്ങൾ ഓപ്പൺ ബേണിങ്ങിൽ നിന്നും പ്രിവെൻറ്റ് ചെയ്തുകൊണ്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു സോഷ്യൽ എൻ്റർപ്രൈസ് ആണ്. ആൻഡ് ദിസ് വിൽ ഏൺ എക്സ്ട്രാ ഇൻകം ബൈ കൺവേർട്ടിംഗ് ദീസ് ബേണിംഗ് വേസ്റ്റസ് ദം ടു വാല്യൂ ആഡഡ് കെമിക്കൽസ് ലൈക്ക് ആക്ടിവേറ്റഡ് കാർബൺ ഓൺ സൈറ്റ്. സോ ഇതിനാണ് വിദ്യുത് മോഹന് ഇത്തരത്തിലൊരു അവാർഡ് ലഭിച്ചിട്ടുള്ളത്. ഓക്കെ, സോ ലെറ്റ്സ് മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വേർ ഈസ് സാൻ ഇസിദ്രോ മൂവ്മെൻറ്റ് ഹാപ്പനിങ്? എവിടെയാണ് സാൻ ഇസിദ്രോ മൂവ്മെൻറ്റ് നടക്കുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. യെസ്, ഇറ്റ് ഈസ് ഇൻ ക്യൂബ. ക്യൂബയിൽ 2 വർഷമായിട്ട് ഈ ഒരു മൂവ്മെൻറ്റ് നടക്കുന്നുണ്ട്. ആൻഡ് ഇറ്റ് ഈസ് ഫോർ എഗെയിൻസ്റ്റ് ദ സ്റ്റേറ്റ് സെൻസർഷിപ്പ് ഓഫ് ആർട്ടിസ്റ്റിക് വർക്ക്സിന് സ്റ്റേറ്റ് ഏർപ്പെടുത്തിയിട്ടുള്ള സെൻസർഷിപ്പിനെതിരെയാണ്. അതോറിറ്റേറിയൻ കമ്മ്യൂണിസ്റ്റ് റെജീം 6 ഡെക്കേഡായിട്ട് അതോറിറ്റേറിയൻ കമ്മ്യൂണിസ്റ്റ് റെജീമാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. സോ അതിനെതിരെ, അതായത് ഇത്തരത്തിൽ ഒരു സ്റ്റേറ്റ് സെൻസർഷിപ്പിനെതിരെയാണ് ആക്ടിവിസ്റ്റസ്, ആർട്ടിസ്റ്റസ് തുടങ്ങി ഒത്തിരി പേര്
ക്യാമ്പയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആൻഡ് ദേ നീഡ് എ ഗ്രേറ്റർ ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ. ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ ഇല്ലാത്തതിൻ്റെ പേരിലാണ് അവരവിടെ പ്രൊട്ടസ്റ്റ് നടത്തുകൊണ്ടിരിക്കുന്നത്. ആൻഡ് ഇതിനൊരു ഗ്ലോബൽ അറ്റൻഷൻ ലഭിക്കുന്നത് നവംബർ 27-നാണ്. 2020 നവംബർ 27-നാണ് ഇതിനൊരു ഗ്ലോബൽ അറ്റൻഷൻ ലഭിക്കുന്നത്. ആൻഡ് ഇറ്റ് ഈസ് ഡ്യൂ ടു ദ യുണീക്ക് പ്രൊട്ടസ്റ്റ് ഔട്ട്സൈഡ് ദ ക്യൂബാസ് മിനിസ്ട്രി ഓഫ് കൾച്ചർ. ക്യൂബയുടെ മിനിസ്ട്രി ഓഫ് കൾച്ചറിൻ്റെ ഫ്രണ്ടിൽ നടന്ന ഒരു യുണീക്ക് പ്രൊട്ടസ്റ്റിൻ്റെ ബേസിലാണ് ഇത്തരത്തിൽ ഒരു ഗ്ലോബൽ അറ്റൻഷൻ ഈ ഒരു പ്രൊട്ടസ്റ്റിന് ലഭിക്കുന്നത്. ഓക്കെ, യെസ്, ഇറ്റ്സ് ടൈം ഫോർ ബോണസ് അഫയേഴ്സ്. ഐക്യരാഷ്ട്ര സംഘടനയുടെ വനിതാ ശാക്തീകരണ തത്വങ്ങളിൽ ഒപ്പുവെച്ചുകൊണ്ട് എല്ലാ പ്രധാന പദവികളിലും സ്ത്രീകൾ പ്രവർത്തിക്കുന്ന വൈദ്യുതി എനർജി സർവീസ് സ്റ്റാർട്ടപ്പിന് കേരളത്തിൽ തുടക്കം. 2020 ഡിസംബറിൽ UN ഹൈ കമ്മീഷൻ ഫോർ റെഫ്യൂജീസിൻ്റെ ഹൈ പ്രൊഫൈൽ സപ്പോർട്ടറായി നിയമിതയായ ഇന്ത്യൻ ഇംഗ്ലീഷ് എഴുത്തുകാരിയാണ് മലയാളി കൂടിയായ അനിത നായർ. യെസ്, ഇന്നത്തെ ബോണസ് അഫയേഴ്സും കറണ്ട് അഫയേഴ്സും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് തോന്നുകയാണെങ്കിൽ ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു അവർ ചാനൽ ആൻഡ് ക്ലിക്ക് ദ ബെൽ ഐക്കൺ. ആൻഡ് ഓൾസോ എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കാവുന്നതാണ്. യെസ്, കൂടുതൽ കറണ്ട് അഫയേഴ്സുമായിട്ട് നാളെ കാണുന്നത് വരേക്കും ദിസ് ഇസ് സഫ്ന സൈനിങ് ഓഫ് ഫ്രം സക്സസ് അക്കാദമി.